മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷവും മദ്യത്തിന്റെ വീര്യം കത്തിപ്പടരുകയാണ്. UDF-ൽ ചർച്ച ചെയ്ത് മാത്രം തുടർ തീരുമാനമെന്ന് VD സതീശൻ പറഞ്ഞുവെങ്കിലും വിവാദത്തിന് ഫുൾ സ്റ്റോപ്പ് വീണിട്ടില്ല. പാർട്ടിയിലെ തിരുത്തൽ ശക്തിയായി VM സുധീരൻ മാറുകയാണ്. ആ തീരുമാനം പിൻവലിക്കാൻ ഇനി ഒരു നിമിഷം വൈകരുതെന്നാണ് VM സുധീരന്റെ നിലപാട്. നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. ബജറ്റിൻ്റെ ഭാഗമായി അടുത്തതിനെ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇനി അതിന് വൈകരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്താണോ നിയമസഭയിൽ പറഞ്ഞത് അത് ആവർത്തിക്കുകയാണ് ആഭ്യന്തരമന്ത്രി. UDF ചേരും, ചർച്ച ചെയ്യും, തീരുമാനിക്കും. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ UDF തീരുമാനിക്കും. എന്ത് വേണം ഫർദറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ UDF തീരുമാനിക്കും. UDF-ൽ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ അല്ല അത് ചർച്ചയുടെ കുറവ് വന്നോ? ഇല്ല, അത് ബഡ്ജറ്റിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടേ ഉള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ UDF-ൽ കൂടി തീരുമാനിക്കും. മദ്യനയം ഉൾപ്പെടെയുള്ളത് തീരുമാനിക്കും. പോലുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പിന്നെ നടപ്പാക്കരുത് എന്ന് തന്നെ പറയുന്നു. അല്ല, അത് ഈ ബജറ്റിലെ പ്രഖ്യാപനം എക്സൈസ് മന്ത്രി അറിഞ്ഞില്ല എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. അതിനെന്താണ് ലിജുവിന്റെ മറുപടി? ലിജു പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയാണ്, കടുപ്പിക്കുകയാണ്. കേരളത്തിലെ മദ്യനയം ആൽക്കഹോളിക് ബിവറേജ് വേണോ, ലോ ആൽക്കഹോളിക് ബിവറേജ് വേണോ, അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ തന്നെ വേണോ, അല്ലെങ്കിൽ ബാറുകൾ തന്നെ വേണോ, എന്ത് വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് UDF-ന്റെ മദ്യനയമാണ്. കോൺഗ്രസിൽ ചർച്ച ചെയ്യും, എന്നിട്ട് UDF-ൽ ചർച്ച ചെയ്യും, ഇന്ന് തീരുമാനിക്കപ്പെടുന്ന നയമാണ്. മുഖ്യമന്ത്രിക്ക് ബക്കാടിയുടെ മണമെന്നൊക്കെ പറയുന്നത്. ആർക്കാ? പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ബക്കാടിയുടെ മണമെന്ന്. ഇവർക്ക് ബക്കാടിയുടെ മാത്രമല്ല, ജോണി വാക്കറിന്റെ മണം. ഇവിടെ മുഖ്യമന്ത്രിക്കല്ല ബക്കാടിയുടെ മണം. ഈ ജോണി വാക്കറൊക്കെ തുടങ്ങി വിദേശ മദ്യ ഐറ്റംസിന് 86% മാത്രം നികുതി, 251% ഫോറിൻ ലിക്വറിന് നികുതി ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് 86%. ഇപ്പം നാട്ടുകാർ എതിർത്തപ്പോൾ 116% ഫിക്സ് ചെയ്തവരാ. ഇവർക്കൊക്കെ ഇനി ഏതിൻ്റെയൊക്കെ മണമുണ്ട്? ഇവർക്ക് എല്ലാ ബാറുകളുടെയും മണമുണ്ട്. സംസ്ഥാനത്ത് നിൽക്കുന്ന 929 ബാർ മാത്രം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് 917 ബാർ കൊടുത്തതിൽ എല്ലാ ബാറിൻ്റെയും മണം ഈ LDF പക്ഷത്താണ്. ജോണി വാക്കറിൻ്റെ മണം ഇവർക്കാണ്. ആർമി ക്യാൻറ്റീനിൽ കൊടുത്തിരിക്കുന്ന ബക്കാടി ഉൾപ്പെടെ വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിൽ ഇന്നലെ നിയമസഭയിൽ മറുപടി പറഞ്ഞ സമയത്ത് മുഖ്യമന്ത്രി CPM പാർട്ടി സെക്രട്ടറിയും മുൻ എക്സൈസ് മന്ത്രിയുമായ MV ഗോവിന്ദനെ ഈ വിവാദത്തിലേക്ക് വലിച്ചിട്ടിരുന്നു. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്താണ് ബെക്കാഡി കമ്പനി അപേക്ഷയുമായി ആദ്യം എത്തിയതെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. ബക്കാഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്, എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം, എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നറിയോ? അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പം എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ്, ഗണ്യ കാണുക. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? ആരാ ബർക്കാഡി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തുവരികയാണ്. മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. ആദ്യം ബെക്കാഡി കത്തയക്കുന്നത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനാണ്. ആ കത്താണ് നമ്മൾ ഈ കാണുന്നത്. കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലോകത്താകമാനം ഗുണമേന്മയുള്ള മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന കമ്പനിയാണ് ബെക്കാഡി. പിന്നീട് കത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ചും ബെക്കാഡി ബ്രീസറിനെ കുറിച്ചും പറയുന്നു. അവസാനിപ്പിക്കുന്നത് റെഡി ടു ഡ്രിങ്ക് ആയ ബ്രീസറിനെ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ ആവശ്യമായത് ചെയ്യണം എന്ന് പറഞ്ഞാണ്. നമ്മൾ ഇപ്പോൾ കണ്ട കത്തയച്ചത് 2017 മെയ് 6-ാം തീയതിയാണ്. ബെവ്കോയുടെ ലേലത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം.
ബെക്കാഡിയുടെ രണ്ടാം കത്ത് വരുന്നുണ്ട്. അത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അന്ന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ. എന്തായിരുന്നു രണ്ടാം കത്തിലെ ആവശ്യം? ഈ കത്തിലെ ആവശ്യം വീര്യം കുറഞ്ഞ മദ്യത്തിനായി ഭേദഗതി വേണമെന്നാണ്. നിലവിലെ കാറ്റഗറികൾക്കൊപ്പം വീര്യം കുറഞ്ഞ പാനീയം എന്ന കാറ്റഗറി കൂടി ഉൾപ്പെടുത്തണം എന്നാണ് കമ്പനി രണ്ടാം കത്തിൽ ആവശ്യപ്പെട്ടത്. ഈ രണ്ടാം കത്തയച്ചത് 2021 ഓഗസ്റ്റ് 17 തീയതിയാണ്. ഇതിന് പിന്നാലെ അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്തി രണ്ടാം പിണറായി സർക്കാർ. അതായത് ബെക്കാഡി കമ്പനി രണ്ടാം കത്തിൽ ആവശ്യപ്പെട്ടത് MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ നടത്തിക്കൊടുത്തു. തീർന്നില്ല, മൂന്നാമതൊരു കത്ത് കൂടിയുണ്ട്. മൂന്നാമത്തെ കത്ത് ബെക്കാഡി കമ്പനി അയച്ചത് അത് അന്നത്തെ നികുതി സെക്രട്ടറിയായ രത്തൻ യു ഖേൽക്കറിനാണ്. 2023 ഫെബ്രുവരി 14 തീയതി. ഈ കത്തിലെ ആവശ്യം നടപ്പാക്കിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ നികുതി ഘടന നിശ്ചയിക്കണമെന്നും അത് 2026 വരെ പിണറായി സർക്കാർ നടപ്പാക്കിയില്ല എന്നുള്ളത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ ബജറ്റിൽ തന്നെ നികുതി ഘടന തയ്യാറാക്കി കൊടുത്തു.